കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സിതാര ഗാഥയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. അങ്ങനെ ഗാഥ വന്ന് ഫോൺ എടുക്കുക. മമ്മി എന്താ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചത്? അന്നേരം സിതാര പറയണേ, മോളെ എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നീയും നവീനും കൂടി നീ സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾക്കിടയിൽ ഇനി കൃഷ്ണയില്ല. അവൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ശല്യമായിട്ട് വരാത്ത ദൂരത്തേക്ക് തന്നെയാണ് അവൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ കാര്യം ഇനി മോൾ ഓർക്കേ വേണ്ട. മുമ്പത്തെ പോലെ നിസ്സാര കാര്യങ്ങളിൽ നവീനോടും നവീൻ്റെ വീട്ടുകാരോടും വഴക്കിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി ആര് വെറുപ്പിക്കുന്ന രീതിയിൽ നീ നടക്കരുത്. അവർക്കിഷ്ടമുള്ള രീതിയിൽ നീ ഒന്ന് മാറിയെടുക്കണം. അവർ ഇഷ്ടപ്പെടുന്ന നിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ, അത് ഇത്രയും ദിവസത്തിനകം നീ മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണെന്ന്. അതിനനുസരിച്ച് നീ പെരുമാറണം. ചില സ്ഥലത്തൊക്കെ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ അത്തരത്തിലുള്ള ചില താഴ്ന്നു കൊടുക്കലും വിട്ടുകൊടുക്കലും ഒക്കെ ഉപകരിക്കും. മമ്മി പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഗാഥക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഗാഥ പറയണേ, ശരി മമ്മി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനതൊക്കെ നോക്കിയും കണ്ടും ചെയ്തോളാം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എല്ലാവരോടും നല്ലപോലെ പെരുമാറാൻ ശ്രമിച്ചോളാം. എൻ്റെ മൈൻഡ് ഇപ്പോൾ ശരിക്കും ഫ്രീ ആണ്. അവളെ കൊണ്ടല്ല ശല്യം തീർന്നു കിട്ടിയല്ലോ. ഇനി ഞാൻ ആഗ്രഹിച്ചതുപോലെ നവീനെയും നവീൻ്റെ കുടുംബത്തെ ഞാൻ മാറ്റിയെടുക്കും. അക്കാര്യത്തിൽ മമ്മീനെ ടെൻഷൻ ആകണ്ട. അല്ലെങ്കിൽ തന്നെ മമ്മി എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ്. ഏതെങ്കിലും ഒരു മമ്മി മകൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുമോ? അങ്ങനെയുള്ള എൻ്റെ മമ്മിയുടെ കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടില്ല എന്ന് നടിക്കില്ല. മമ്മീനെ ഇനിയും ഞാൻ വിഷമിപ്പിക്കില്ല. മമ്മി ആഗ്രഹിക്കുന്നത് പോലെ നന്നായിട്ട് തന്നെ ഞാനും നവീനും കൂടി ജീവിക്കും. ശരി മോളൂ, എന്നാൽ മമ്മി ഫോൺ കട്ട് ചെയ്യുവാണേ. അങ്ങനെ പറഞ്ഞ് സിതാര കോള് കട്ട് ചെയ്യുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സുമിത്രയുടെ അരികിലേക്ക് ചെല്ലുന്ന ഗാഥേനെയാണ്. ഗാഥ മോളെ, മോൾ എണീറ്റോ? അതേ അമ്മേ, ഇനി മുതൽ ഇന്ന് ഞാൻ കുറച്ചുകൂടി നേരത്തെ എണീക്കും. അമ്മയെ അടുക്കളയിലേക്ക് വന്ന് ഞാൻ സഹായിക്കാം. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ. മോൾക്ക് ഉറങ്ങാൻ തോന്നുന്ന അത്രയും നേരം കിടന്നോ? ഉറക്കോ ക്ഷീണോ എല്ലാം മാറിയിട്ട് എണീറ്റാൽ മതി. ഇതൊക്കെ ഇപ്പോൾ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളേ ഉള്ളൂ. ഇനി ഭാവിയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും തളർച്ചയോ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം മോൾ വേണമെങ്കിൽ ഇതൊക്കെ ഏറ്റെടുത്തോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മേ. ഇപ്പം തന്നെ ഇതൊക്കെ കണ്ട് പഠിക്കണ്ടേ? എന്നാലല്ലേ എനിക്കപ്പം ചെയ്യാൻ പറ്റുള്ളൂ. ചായ ഉണ്ടാക്കി കഴിഞ്ഞല്ലേ? നവീനുള്ള ചായ എടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ ഇങ്ങനെ തന്നേക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ഈ സമയം നവീൻ ഹോളി വന്നിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഗാഥ ചായയൊക്കെ ആയിട്ട് നവീൻ്റെ അരികിലേക്ക് ചെല്ലുക. നവീൻ, ഇതാ ചായ. എടോ, താൻ ഓക്കെ അല്ലേ? എന്നെ കണ്ടറിയില്ലേ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന്. സോറി നവീൻ, ഇന്നലെ ഞാൻ വല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. സോറി, ഇന്നലെ എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇതാ നവീൻ ചായ കുടിക്കും. അങ്ങനെ ഗാഥയും അവിടെ തന്നെ വന്നിരിക്കുവാണ്. അന്നേരം സുമിത്ര അങ്ങോട്ട് ചായയൊക്കെ കൊണ്ടുവരുവാണ് കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്ത് ഗാഥ കൊടുക്കുക. ഇതാ മോളും ചായ കുടിക്കുകയും. അങ്ങനെ സുമിത്രയും അവർക്കൊപ്പം അവിടെ ഇരുന്ന് ചായ കുടിക്കുവാണ് കേട്ടോ. ഈ സമയം നവീനും ഗാഥയും പരസ്പരം ഇങ്ങനെ കണ്ണോട് കണ്ട് നോക്കുന്നൊക്കെ ഉണ്ട്. അത് കാണുന്നതും സുമിത്ര അവിടെ നിന്ന് മാറിയിരിക്കുക. കുട്ടികൾക്കിനി ശല്യം വേണ്ട എന്നും പറഞ്ഞാണ് കേട്ടോ സുമിത്ര അവിടെ നിന്ന് പോകുന്നത്. ഈ സമയം നവീൻ പറയണേ, ചില നേരം താൻ എൻ്റെ പഴയ ഗാഥയായിട്ട് മാറാറുണ്ട്. അതേക്കുമ്പോൾ ഗാഥ ചോദിക്കണേ, പഴയ ഗാഥയോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? നവീനപ്പോൾ ഏത് ഗാഥ ഇഷ്ടം, പഴയ ഗാഥയോ അതോ ഈ ഗാഥയോ? അന്നേരം നവീൻ ചോദിക്കണേ, അതിനൂടെ രണ്ട് ഗാഥയില്ലല്ലോ. ഇല്ല, പക്ഷേ നവീൻ്റെ സംസാരം കേട്ടാൽ അങ്ങനെ ഉണ്ടെന്നാണല്ലോ തോന്നുന്നത്. പല തവണയായി ഞാൻ കേൾക്കുന്നു പഴയ ഗാഥ എന്ന്. ഗാഥയുടെ സ്വഭാവം ഇതാണ് എൻ്റെ രീതികൾ, എൻ്റെ പ്രവൃത്തികളും. എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട്. അതനുസരിച്ച് പെരുമാറാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരുമാതിരി മെയിൽ ഷോണിസ്റ്റുകളെ പോലെ നവീൻ എന്നോട് പെരുമാറരുത്. നവീൻ കണ്ടുവച്ചിരിക്കുന്ന ഒരു ഡിസൈനുണ്ട്. ആ ഡിസൈനിലേക്ക് എന്നെ മാറ്റിയെടുക്കാമെന്ന് നവീൻ ശ്രമിക്കണ്ട. അതിലിപ്പോൾ മെയിൽ ഷോണിസ്റ്റ് എന്നൊക്കെ വിളിക്കാനും മാത്രം ഞാൻ എന്താ എന്നോട് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലേ? എന്നെക്കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്നെ മാറ്റിയെടുക്കാമെന്ന് നവീൻ വിചാരിക്കണ്ട. നവീൻ പറയുന്നത് തന്നെ ശരിയാണെന്ന് ഈ വീട്ടുകാരും നവീൻ അനുകൂലിച്ച് വരെയും. അങ്ങനെ എല്ലാവർക്കും മുമ്പിൽ ഞാനൊരു തെറ്റുകാരിയായി മാറും. അതാണ് ഇവിടെ എപ്പോഴും നടക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ഗാഥ ദേഷ്യപ്പെടുവാണ് കേട്ടോ. ഈ സമയം സുമിത്ര ഇതൊക്കെ കേട്ട് അങ്ങോട്ട് വരെയിരിക്കും. എന്തായത്? കുറച്ച് നേരം മുമ്പ് വരെ രണ്ടാളും സ്നേഹത്തിലായിരുന്നു. ഞാനൊന്ന് അങ്ങോട്ട് മാറിയപ്പോഴേക്കും രണ്ടുപേരും കൂടി വഴക്കിടാൻ തുടങ്ങിയോ? അന്നേരം നവീൻ അവിടെ നിന്ന് ദേഷ്യത്തിൽ എണീറ്റ് ചായ അവിടെ ടേബിളിൽ വെച്ച് പോകാൻ തുടങ്ങുമായിരിക്കും കേട്ടോ. ഈ സമയം ഗാഥ ചോദിക്കണേ, നവീൻ എന്താ ചായ കുടിക്കുന്നില്ലേ? ഇതുപോലെ ദേഷ്യപ്പെടാനാണ് താൻ എൻ്റെ അരികിലേക്ക് ചായയുമായിട്ട് വരുന്നതെങ്കിൽ താൻ ഇനി എനിക്ക് ചായ കൊണ്ടുവരണ്ട. അന്നേരം ഗാഥക്കും ദേഷ്യം വരുമോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്നില്ല. നവീന് ചായ വേണ്ടെങ്കിൽ എനിക്ക് ചായ വേണ്ട എന്നും പറഞ്ഞ് ആ ചായ താഴത്തേക്ക് ഒഴിച്ച് കളയുവാണ്. എന്നിട്ട് കപ്പ് ദേഷ്യത്തിലെറിഞ്ഞ് പൊട്ടിക്കുവാണ് കേട്ടോ. അത് കാണുന്നതും നവീനാണെങ്കിൽ ദേഷ്യം സഹിക്കാനാവാതെ ഗാഥയെ തല്ലാനായിട്ട് കൈയോങ്ങുവാണ്. അന്നേരം സുമിത്ര തടയുന്നുണ്ട്. നവീൻ അങ്ങനെ ദേഷ്യത്തിൽ അവിടെ നിന്നും റൂമിലേക്ക് കയറി പോകുവാണ് കേട്ടോ.
ഈ സമയം സുമിത്ര ഗാഥയോട് പൊട്ടിത്തെറിക്കണേ, എന്താ ഗാഥ മോളെ ഇത്, നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ഇതാണ് ഗാഥ ശ്രീനിവാസ്. എന്നെ ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നവർ മാത്രം ഉൾക്കൊണ്ടാൽ മതി. എൻ്റെ സ്വഭാവം ആർക്ക് വേണ്ടി മാറ്റാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ അങ്ങനെ കഷ്ടപ്പെട്ടാരും ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞ് ഗാഥ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. അന്നേരം ഇതിനെല്ലാം എന്താ ഭഗവാൻ ഒരു പരിഹാരം എന്നും പറഞ്ഞ് മനസ്സ് വിഷമിച്ച് തളർന്നിരിക്കുവാണ് സുമിത്ര. പിന്നീട് കാണിക്കുന്നത് മോളിക്കുട്ടി കപ്പയും കൃഷ്ണക്കും തങ്കത്തിനൊക്കെ കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട് അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ അവർ വാതിലൊക്കെ അടച്ചിരിക്കുന്നത് കാണുമ്പോൾ തങ്കത്തിനോട് ചോദിക്കണേ, എന്താ അമ്മേ, എന്താ കൃഷ്ണേ രണ്ടാളും ഇങ്ങനെ വാതിലൊക്കെ അടച്ചിരിക്കുന്നത്? അത് പിന്നെ പുതിയ സ്ഥലമല്ലേ, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയൊക്കെയുള്ളതെന്ന് അറിയില്ലല്ലോ. എന്നാലേ നിങ്ങൾ പേടിക്കുകയോ വേണ്ട, ഇവിടെ അങ്ങനെ പൊതുവേ കള്ളന്മാരുടെ ശല്യമൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് വാതിലൊക്കെ തുറന്നിട്ടിരിക്കാം. എന്നാൽ അകത്തേക്ക് വാ, ഞാനേ വീട്ടിലുണ്ടാക്കിയ കപ്പക്കറി അപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കെന്താണെങ്കിലും എല്ലാവർക്കും കൂടി അതങ്ങ് കഴിക്കാം. അയ്യോ, അതിനുവേണ്ടി മോളിക്കുട്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. സാരമില്ലെന്നേ എന്നും, പക്ഷേ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇരിക്ക്, പാത്രം എടുക്ക്. അങ്ങനെ പറഞ്ഞ് അവരെ പാത്രത്തിൽ ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. അന്നേരം മോളിക്കുട്ടി പറയണേ, അതെ ഞാനാണ് ഉണ്ടാക്കിയത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറ്റമൊന്നും പറയാൻ നിൽക്കണ്ട. ചില സമയത്ത് ഞാൻ ഉണ്ടാക്കണേക്ക് ശരിയാവും, ചില സമയത്ത് വായു വെക്കാൻ കൊള്ളൂല. പിന്നെ അവിടെ ഇപ്പോൾ കഴിക്കാൻ വേറെ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പം ഞാനിതൊക്കെ കഴിച്ചങ്ങ് ശീലിച്ചു പോയി. ഈ സമയം തങ്കം ഭക്ഷണം എടുത്ത് വാരി കൃഷ്ണക്ക് കൊടുക്കുവാണ്. അത് കാണുന്നതും മോളിക്കുട്ടി ചോദിക്കണേ, അല്ല ഇത്രയും വലുതായിട്ടും അമ്മ ഭക്ഷണം വാരി തന്നാലേ കൃഷ്ണ കഴിക്കുള്ളൂ? അങ്ങനെയൊന്നുമില്ല മോളിക്കുട്ടി, ഈ അമ്മയുടെ ഒരു കാര്യം ചില സമയത്ത് ഇതുപോലെ എനിക്ക് വാരിത്തരും. അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലേ ഇതുപോലെ ഭക്ഷണം എനിക്ക് വാരിത്തരും. ആഹാ, കൊള്ളാലോ അത്. ഈ സമയം തങ്കം ചോദിക്കണേ, അല്ല മോളിക്കുട്ടിയുടെ വീട്ടിലാരുമില്ലേ? അന്നേരം മോളിക്കുട്ടി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഈ വഴിയിലൊക്കെ നിൽക്കുന്ന കാട്ടുചെടികളോട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് എൻ്റെ കാര്യം. ഞാൻ ഇതുവരെ എൻ്റെ അച്ഛനെയോ അമ്മയോ കണ്ടിട്ടില്ല. ഞാൻ കുഞ്ഞിതായിരുന്നപ്പോൾ തന്നെ എവിടെ ഉപേക്ഷിച്ച് കിട്ടിയതാ എന്നെ. എനിക്ക് ഓർമ്മ വെക്കുന്ന കുറേ നാൾ വരെ ഏതോ ഒരു വയസ്സായ സ്ത്രീയെ എന്നെ വളർത്തിയെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനുശേഷം എങ്ങനെയൊക്കെ വളർന്നു വരുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അതിന് അച്ഛൻ്റെ അമ്മയുടെ തണലൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ് കേട്ടോ മോളിക്കുട്ടി. ഈ സമയം തങ്കം എണീറ്റ് മോളിക്കുട്ടിയുടെ അരികിൽ ചെന്ന് മോളിക്കുട്ടിനെ ആശ്വസിപ്പിച്ച് ഭക്ഷണം വാഴി വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് പറയണേ, ആര് പറഞ്ഞു നിനക്ക് അമ്മയില്ലെന്ന്? ഞാൻ തന്നെയാണ് നിൻ്റെ അമ്മ. നീ എന്നെ നിൻ്റെ സ്വന്തം അമ്മയായിട്ട് തന്നെ കണ്ടാൽ മതി. അങ്ങനെ പറഞ്ഞ് ഭക്ഷണം വായിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അന്നേരം മോളിക്കുട്ടിക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. മോളിക്കുട്ടി പറയണേ, സത്യം പറയാമല്ലോ, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇത്രയും സ്വാദുണ്ടെന്ന് ഇപ്പോഴെനിക്ക് തോന്നിയത്. ഇതാണല്ലേ അമ്മമാരുടെ മാജിക്ക് അല്ലേ കൃഷ്ണൻ? അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് പുള്ളിക്കുട്ടി. അത് കാണുമ്പോൾ കൃഷ്ണക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ ആകെ ഡിസ്റ്റർബായിട്ടിരിക്കുന്ന നവീനെയാണ്. അന്നേരം അവിടുത്തെ സ്റ്റാഫ് നവീൻ പറഞ്ഞൊരു ഫയലുമായിട്ട് അങ്ങോട്ട് വരുമായിരിക്കും. സാർ, ഇതാ സാർ പറഞ്ഞ ഫയൽ. അന്നേരം നവീൻ ഇത് നോക്കിയിട്ട് പറയണേ, ഞാൻ ഈ ഫയലല്ല കൊണ്ടുവരാൻ പറഞ്ഞത്, മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ഫയലാണ്. അല്ല സാർ, സാർ രാവിലെ ഇതാണ് പറഞ്ഞത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഷടപ്പ്. അപ്പം ഞാനാണ് തെറ്റ് പറയുന്നത്? നിങ്ങളെ എൻ്റെ ഇവിടുത്തെ സ്റ്റാഫ് മാത്രമാണ്, എന്നെ പഠിപ്പിക്കാൻ വരണ്ട, മനസ്സിലായോ? അങ്ങനെയൊക്കെ പറഞ്ഞ് നവീൻ ഗാഥയോടുള്ള ദേഷ്യം മുഴുവൻ ആ സ്റ്റാഫിനോട് പറഞ്ഞ് തീർക്കുവാണ്. ഈ സമയം മാണിക്കുഞ്ഞ് അങ്ങോട്ടേക്ക് വരുവാണ്. അന്നേരം മാണിക്കുഞ്ഞിനോട് ദേഷ്യപ്പെടണേ, മാണിക്കുഞ്ഞെ എവിടെ നിന്ന് കിട്ടിയടോ ഇതുപോലുള്ള സ്റ്റാഫിനെ? ഞാനൊരു ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് തോന്നിയ ഫയൽ എടുത്തുകൊണ്ട് വരുന്നത്, ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത ഇഡിയറ്റ്സ്. അന്നേരം മാണിക്കുഞ്ഞ് ആ പെൺകുട്ടിയുടെ അവിടെ നിന്നും പോകാൻ പറയുവാണ്. ഈ സമയം നവീൻ പറയണേ, എടോ ഈ ഫയലും കൂടി എടുത്തുകൊണ്ട് പോകും, എനിക്ക് ഫയലും കാണണ്ട ഒരു മനുഷ്യരെയും കാണണ്ട. അങ്ങനെ മാണിക്കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയെന്ന് ആ കുട്ടിയോട് ചോദിക്കണേ, എന്താ പറ്റിയത്? സാർ, നവീൻ സാറ് എന്നോട് ഈ ഫയൽ എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞത്. എന്നാൽ അതുകൊണ്ട് ചെന്നപ്പോൾ ഇതെല്ലാം മറ്റൊരു ഫയലാണ് വേണ്ടതെന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടുവാണ്. രാവിലെ വന്നപ്പോൾ തൊട്ട് സാർ വല്ലാതെ ഡിസ്റ്റർബ്ഡാണ്, ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്താണെങ്കിലും ചെല്ല്, സാറിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഈ സമയം മാണിക്കുഞ്ഞ് സുമിത്രേൻ്റെ ഫോണിലേക്ക് വിളിക്കണേ. അന്നേരം ഓഫീസിൽ നടന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്താ അമ്മേ, എന്താ സാറിന് പറ്റിയത്? അന്നേരം സുമിത്ര ഗാഥയുമായിട്ടുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് പറയണേണ്. നവീനും ഗാഥയും തമ്മിൽ ഇന്ന് രാവിലെ ചെറിയൊരു വഴക്ക്. ഗാഥ വായി വന്ന് എന്തൊക്കെ വിളിച്ച് പറഞ്ഞു. നവീനും പൊട്ടിത്തെറിച്ചു. അന്നേരം മാണിക്കുഞ്ഞ് ചോദിക്കണേ, എൻ്റെ അമ്മേ ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യാനാ? നവീൻ സാറ് ആകെ ഡിസ്റ്റർബാണ്, എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, എന്നെ മടുപ്പിക്കുന്നില്ലായിരുന്നു. അന്നേരം അമ്മ പറയുന്നുണ്ട്, മാണിക്കുഞ്ഞെ എന്താണെങ്കിലും നീ നവീൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം, അവനെ ഒറ്റക്കൊന്നും വിടരുത്. പാവം എൻ്റെ കുട്ടി മനസ്സായിട്ട് തളർന്നിരിക്കുക. ശരിയമ്മേ, സാറിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗാഥ സിത്താരയുടെ വീട്ടിലെത്തിയിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ സോഫയിൽ വന്ന് ദേഷ്യത്തിലിരിക്കുമായിരിക്കും. അന്നേരം സിനി അങ്ങോട്ടേക്ക് എത്തുക. ആ ഗാഥ മാഡം ഇപ്പോൾ വന്നു. എന്തു പറ്റി?
എന്താ ആകെ ദേഷ്യത്തിലിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിഹരിച്ചു തരുമോ? ഈ സമയം സിത്താര അങ്ങോട്ടേക്ക് വരുവാ. എന്താ എന്താ മോളെ, നീ എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നതാണോ? ഇന്ന് രാവിലെ തന്നെ നിന്നെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ? മമ്മി, എത്രയെന്ന് വെച്ചാൽ ഞാൻ സഹിക്കുക. അവിടെയുള്ള ഓരോരുത്തരും പഴയ ഗാഥയെക്കുറിച്ചാണ് പറയുന്നത്. ആരുടെയും മനസ്സിൽ ഞാനില്ല. എല്ലാവരുടെയും മനസ്സിലുള്ളത് അവളാ, ആ കൃഷ്ണ. അവൾ ഇവിടുന്ന് പോയിട്ടും എനിക്കൊരു സമാധാനമില്ല മമ്മി. ഈ സമയം അതുവഴി പോകുന്ന സുനന്ദൻ ഇവരുടെ ഈ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അന്നേരം സിത്താര പറയണേ, മോളെ, കൃഷ്ണയുടെ സ്വീറ്റും സോഫ്റ്റുമായിട്ടുള്ള സംസാരം അവരുടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞുപോയി. അവളുടെ ആ സ്വഭാവം അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ആഴത്തി പതിഞ്ഞുപോയി. അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയുന്നത്. നീയും അതേപോലെ പെരുമാറാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് നിന്നെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും മാറും. ഈ സമയം ഗാഥ പറയണേ, അല്ലെങ്കിലും അവിടെ നടന്ന കാര്യങ്ങളിൽ സങ്കടം തോന്നി മമ്മിയുടെ അടുത്ത് കുറച്ചു നേരം ആശ്വാസത്തോടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത്. പക്ഷേ അവിടെയുള്ളതിനെ പോലെ മമ്മിയുടെ മനസ്സിൽ മുഴുവൻ ആ കൃഷ്ണയാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് തെറ്റുപറ്റിയത്. മമ്മിയോട് പറഞ്ഞ് ഇവിടുന്ന് നാട് കടത്തുന്നതിന് പകരം അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളയണമായിരുന്നു. അത് കേൾക്കുന്നതും ദേഷ്യം വന്ന സിത്താര ഗാഥയെ തല്ലാനായിട്ട് കയ്യോങ്ങുവാണ്. അന്നേരം ഗാഥയാണെങ്കിൽ ആകെ ഭയന്ന് നിൽക്കുവാണ്. ഈ സമയം സിത്താര പെട്ടെന്ന് കൈയൊക്കെ പിൻവലിക്കുവാണ് കേട്ടോ. അന്നേരം ഗാഥ പറയണേ, ഓ അത് ശരി, അപ്പോൾ മമ്മി എന്നെ അവൾക്ക് വേണ്ടി തല്ല അവരെ കയ്യോങ്ങിയല്ലേ? മനസ്സിലായി. അവൾക്ക് മമ്മിയുടെ മനസ്സിലുള്ള സ്ഥാനം എനിക്ക് മനസ്സിലായി. മമ്മിക്ക് എന്നേക്കാളും ഇഷ്ടം അവളോടാണല്ലേ? അവളെ മകളായിട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്നാൽ പിന്നെ എന്തിനാ എന്നിങ്ങനെ നിർത്തിയിരിക്കുന്നത്? എന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നൂടെ? അങ്ങനെ പറഞ്ഞ സിത്താരയുടെ കൈയെടുത്ത് കഴുത്തിലേക്ക് വെപ്പിക്കുവാണ്ടോ ഗാഥ. എന്നെ കൊല്ല്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുവാണ്, മമ്മിയുടെ മനസ്സിൽ നിന്ന് എന്നെ പടിയിറക്കി ആ കൃഷ്ണയെ അവൾക്ക് മമ്മിയുടെ മനസ്സിൽ ഇരിക്കാമെന്ന് വല്ല മോഹമുണ്ടെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല. അതിനു മുമ്പ് ഞാൻ അവളെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ഇല്ലാതാക്കിയിരിക്കും. അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിലെ ഗാഥ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാണ്. ഈ സമയം ഇതെല്ലാം കണ്ട് ഭയന്ന് സിനി പറയണേ, മാഡം, ഗാഥ മാഡം ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്താകുമെന്ന് ആലോചിച്ചിട്ട് പേടിയാവുന്നു. എന്തേലും ചെയ്യണ്ടേ മാഡം? അന്നേരം സിത്താര പറയണേ, എന്ത് ചെയ്യാൻ? ഒരു മകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി അവളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. വയ്യ, മടുത്തെനിക്ക്. അങ്ങനെ പറഞ്ഞ് ആകെ തളർന്ന് ചങ്ക് പൊട്ടിയിരിക്കുവാണ് കേട്ടോ സിത്താര. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമുഖർ കാണിക്കുന്നത് സുനന്ദ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കൃഷ്ണനെ വിളിച്ചറിയിക്കുവാണ്. നവീനും ഗാഥയും തമ്മിൽ മുട്ടം വഴക്കാണെന്നും അതിൻ്റെ പേരിൽ ഗാഥ സിത്താര മാഡത്തോടും പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെടുകയും ചെയ്തെന്നൊക്കെ സുനന്ദ പറയുവാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് കൃഷ്ണ പറയണേ, നവീൻ്റെ ഗാഥയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും വരാൻ പാടില്ല. ഗാഥ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവർ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് തന്നെ പോയത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെന്നറിയുമ്പോൾ എന്നെ സംബന്ധിച്ച് അതെനിക്ക് വലിയ വേദനയാണ് തരുന്നത്. അങ്ങനെയൊക്കെ പറയുവാണ് കേട്ടോ കൃഷ്ണ. പിന്നീട് രാത്രി നേരം കുറേ ഇരുട്ടിയിട്ടും നവീൻ തിരികെ വീട്ടിലേക്ക് പോകുന്നില്ല. അന്നേരം മാണിക്കുഞ്ഞ് അതിനെക്കുറിച്ച് നവീനോട് ചോദിക്കണേ. ഈ സമയം നവീൻ പറയണേ, ഈ പ്രണയമെന്ന് പറയുന്നതുണ്ടല്ലോ, അത് എത്ര കഠിന ഹൃദയമുള്ള മനുഷ്യനെ അങ്ങ് മാറ്റിക്കളയും. അവരുടെ ഹൃദയം നൈർമല്യമാക്കി കളയും. എൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഗാഥയുടെ പെരുമാറ്റം ഉണ്ടല്ലോ, എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ നവീനും ആകെ വേദനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്